ഭൂപടത്തിലില്ലാത്ത ഒരു സാങ്കല്പിക ഗ്രാമം. മതത്തിന് പകരം സ്നേഹവും നിഷ്കളങ്കതയും വിളയാടുന്ന ഒരു സുന്ദര ഗ്രാമം. കൊള്ളാം. പക്ഷെ എന്തു കാര്യം? ആരും എന്റെ ശില്പം വാങ്ങുന്നില്ലല്ലോ. വിശന്നിട്ട് വയ്യ. വീട്ടിൽ ഭാര്യയും മക്കളും ഒരു പട്ടിണിയിലാണ്. അമ്മേ, നല്ല അസല ശില്പം, നല്ല മനസ്സ്, കണ്ടിട്ട് പേടിയാവണു. ഇതാരാണ് തന്റെ വിചാരം? ആരാ? ഇതാണ് ഡിങ്കൻ. ഡിങ്കനോ? ആ ഡിങ്കൻ. നമ്മളൊക്കെ സൃഷ്ടിച്ചത് ഈ ഡിങ്കനാ. ശരിക്കും? നമ്മളൊക്കെ സംഹരിക്കുന്നതും ഈ ഡിങ്കനാ. സത്യമായിട്ടും? ആ എനിക്കറിയാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞ് സാധനം വിറ്റ് താരി. വിറ്റ് തന്നാൽ എനിക്കെന്താ ലാഭം? 10 വെള്ളിപ്പണം. അതാണ് ഇതിന്റെ വില. അത് കഴിഞ്ഞ് ബാക്കി എന്ത് സ്വർണ്ണ കട്ടിയായാലും അത് നിനക്കെടുക്കാം. എങ്കിൽ നീ സ്വസ്ഥമായി പോയിക്കോളൂ. നിന്റെ 10 വെള്ളിപ്പണം അടുത്ത അമാവാസിക്ക് മുമ്പേ ഞാൻ എത്തിക്കും. ആളുകൾ വരാനായി, നീ വേഗം പോകൂ. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും മാറാൻ പോകും. നിങ്ങളിത് കണ്ടോ? ഇത് വെറും ശില്പമല്ല, ഒരു അദ്ഭുത ശില്പം. ഇതാണ് ഡിങ്കൻ, സർവശക്തിമാനായ ഡിങ്കൻ. നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് ഈ ഡിങ്കന. ഡിങ്കനോട് പ്രാർത്ഥിച്ചാൽ മതി, എന്തും നടക്കും. എന്തും പ്രാർത്ഥിക്കാമോ? എന്തും പ്രാർത്ഥിക്കാം. പക്ഷേ നിനക്ക് വിധിച്ചതേ കിട്ടുമെന്ന് മാത്രം. ഈ ശില്പം, ആ ശില്പി അവിടെ. എനിക്കൊരു വീട് വെക്കാൻ ഇത്തിരി പണം വേണം. പ്രാർത്ഥിച്ചാൽ നടക്കൂ? തീർച്ചയായും. പക്ഷേ വെറുതെ പ്രാർത്ഥിച്ചാ പോരെ. ഓരോ വെള്ളിപ്പണം ഇതിലേക്കിടുന്നു. മനസ്സൊരുക്കി പ്രാർത്ഥിച്ച ഡിങ്കൻ എന്തും വരും. അതിസമ്പന്നനാണ് ഡിങ്കൻ. പക്ഷേ എനിക്കൊരു സംശയം. ഇത്രയും സമ്പന്നനായ ഡിങ്കനെന്തിനാ ഈ ഒരു വെള്ളിപ്പണം? ശബ്ദിക്കരുത്, അവിശ്വാസി. നിന്റെ മേൽ ഡിങ്കൻ കോപിച്ചിരിക്കുന്നു. തന്റെ കുടുംബം തനിക്കല്ല ഗുരു, മിണ്ടാടെ കളിച്ചേക്കാം. ക്ഷമിക്കണേ ഡിങ്ക, ഇതാ എന്റെ വെള്ളിപ്പണം. ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാൻ വെച്ച കാശ. അവൾക്ക് സൂക്കേടാ. മാറും. ഇതെന്താ സാധനം? ഇത് വിനോദക്കോലം. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും വിശപ്പ് വന്നാലും ഞാൻ എടുത്ത് ആടും. അപ്പൊ ഒരു ആശ്വാസം കിട്ടും. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹായ്, വെറുതെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പ്രസാദിക്കില്ല. ഇതിനൊക്കെ ഓരോ രീതികളുണ്ട്. ദേ കാണിച്ചു തരാം. ദേ ഇതിങ്ങനെ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. എന്റെ ഡിങ്ക, എന്നെ നീ കാത്തു. എത്ര കാലമായി ഞാൻ ശ്രമിക്കുന്നു. ഒടുക്കം ഇന്നലെ പാടത്ത് വെച്ച കെണിയിൽ എലിപ്പെട്ടു. ഇത്ര കാലം എന്റെ കപ്പയെല്ലാം തിന്നു മുടിച്ചവനവൻ. പക്ഷെ നിന്നോട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ പെട്ടു. ഇതാ എന്റെ വെള്ളിപ്പണം. മകനെ, കാര്യം സാധിപ്പിച്ചെന്നാൽ ഡിങ്ങനെ വെള്ളിപ്പണം 4. ഉവ്വോ, കപ്പ മൊത്തം 4 ചെമ്പ് കാശിനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. നീ ഡിങ്ങനെ ചോദ്യം ചെയ്യും. നല്ല കപ്പയും കാണുന്നുണ്ടെങ്കിൽ പോകും. അയ്യോ പൊറുക്കണേ, 4 വെള്ളിക്കാശ് തികച്ചുണ്ട്.
ഡിങ്ക, നീ രക്ഷിച്ചു. എന്റെ അമ്മയ്ക്ക് തീരെ നല്ല കുറവുണ്ട്. 4 വെള്ളിക്കാശ് പോയി. എന്താ നിന്റെ മുഖത്തൊരു ദുഃഖം? ഞാൻ പ്രാർത്ഥിച്ചത് നടന്നില്ല ഗുരു. തെങ്ങിന്റെ കൂമ്പ് ചീഞ്ഞു. വിധി അങ്ങനെ കരുതും മകനെ. ആ ചീഞ്ഞ കൂമ്പ് നനക്കുള്ളതല്ലായിരുന്നു. അത് കൊള്ളാം. കാര്യം നടന്ന ഡിങ്കന്റെ അനുഗ്രഹം, നടന്നില്ലേ വിധി. ഇതിലെന്തോ പന്തികേടില്ലേ? ശബ്ദിക്കരുത്, നീ സംശയാലുമാണ്. ആണോ? എന്നാൽ ഒരു സംശയം കൂടി. ഇയാളുടെ തെങ്ങിന്റെ കൂമ്പ് ചീഞ്ഞ സ്ഥിതിക്ക് ഇയാൾ ഇന്നലെ തന്ന വെള്ളിപ്പണം തിരിച്ചു കൊടുക്കോ? ഒന്നിപ്പോടെ കൊടുത്ത മുതലിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും പാപമാണ്. നീ ഒരു പാപിയാണ്. നിനക്ക് നരകം കിട്ടും. ആ കഷ്ടം. കാശ് കിട്ടിയത് ഡിങ്കനി, തെങ്ങിന്റെ കൂമ്പ് ചീഞ്ഞത് ഇയാളുടെ, നരകം കിട്ടിയത് എനിക്ക്. പാപിയായതോ ഞാൻ. കൊള്ളാം. തല്ലി ഓടിക്കുവനെ. ഇവന്റെ കൂടെ കൂടിയാ. അയ്യോ, അമ്മ തല്ലല്ലേ. ഔ, തല്ലല്ലേ, തല്ലല്ലേ. ഇടിക്കല്ലേ, എന്നെ പോരോ. ഞാനെന്നെ കൂട്ടുകാരനല്ലേ. ആ, പോടാ. എന്റെ നാട്ടില് ഒരു ഗുരു ഡിങ്കനെയും കൊണ്ടുവന്ന്. ഇതല്ലേ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഇതാ, ബുദ്ധിയുണ്ടെങ്കിൽ നിനക്കും കാശുണ്ടാക്കാം. ഈ നാട്ടുകാരെല്ലാം മണ്ടന്മാരാ, ചിന്തിക്കില്ല. ഇതും കയ്യിൽ വെച്ചോ, ആവശ്യം വരും. 10 വെള്ളിപ്പണം ഈ മാലയും അടുത്ത പൗർണമി നാൾക്ക് മുമ്പ് എന്നെ ഏൽപ്പിച്ചാൽ മതി. വിജയിച്ചു ആ മകനെ. എങ്കിൽ ഇതും കൂടി ഞാനങ്ങോട്ട് എടുക്കുക. ഇതാരാ ഇരിക്കുന്നത്? ആ, നീ പോയില്ലേ? ഈ പുതിയ മാലയൊക്കെ എവിടുന്ന? മാല മാത്രമോ? ഞാനിപ്പോ കോടീശ്വരനാണ്. കോടീശ്വരൻ. നിങ്ങളാടി ഇങ്ങനെയും പഠിച്ചോണ്ടിരുന്നു. ഇവിടെ ഇതാ ഉഗ്രപ്രതാപിയായ അതിശക്തിശാലിയായ കിഷ്കു. ഇന്നലെ നിങ്ങളുടെ തല്ലുകൊണ്ട് ബോധം പോയപ്പോ എന്റെ സ്വപ്നത്തിൽ കിഷ്കു വന്നു. പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു മാല എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ മാലയും ദാ ഇതും കൂടി എനിക്ക് തന്നു. നിൽക്കാൻ സമയമില്ല, പോട്ടെ. അയ്യോ, ബുദ്ധിമുട്ടാ. നിങ്ങളുമല്ലേ ഡിങ്കന്റെ ആളുകളല്ലേ? അങ്ങനെ പറയലടാ. ഇവിടെ ആകെ കഷ്ടപ്പാടാ. നമ്മളൊന്നിച്ച് കളിച്ചു വളർന്നാലടാ. ആ, അതൊന്നും തല്ലിയോടിക്കുമ്പോ കണ്ടില്ലല്ലോ. ശരി, പോരെ. നിങ്ങൾ ഇത്രയൊക്കെ നിർബന്ധിക്കുമ്പോ എങ്ങനാ? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാ. എന്റെ കിശുവേ കാത്തോളനെ. അയ്യേ, എന്താ ഇത്? ഇങ്ങനെയൊന്നല്ല കിഷ്കുവിനെ പ്രവർത്തിക്കേണ്ടത്. ദിങ്ങടൊക്കെ ഇതുപോലെ ദിങ്ങനെ 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 ദിങ്ങനെ. ഇത് എത്ര വട്ടം ചാടണം? ഒരാഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ 1 വട്ടം, 2 എണ്ണം ഉണ്ടെങ്കിൽ 2 വട്ടം, 3 എണ്ണം ഉണ്ടെങ്കിൽ 3 വട്ടം. എടാ, നിർത്തറ. ഇതൊക്കെ എങ്ങനെ ഓർത്തു വയ്ക്കാനാടാ കിഷ്കു? ബുദ്ധിമുട്ടിക്കല്ലേ. ദയവായി. ഈ വരിക്കപ്പുറം നടന്നാൽ നിങ്ങൾ വിവരറിയും. ഞങ്ങളുടെ സ്വത്തും പണവും എല്ലാവരും ഇങ്ങനെയുള്ളതാ. ആ, എന്നാൽ ഇതിനപ്പുറം നിങ്ങൾ കടന്നാൽ നിങ്ങളും വിവരറിയും. ഞങ്ങളുടെ ജീവൻ കൊടുത്തും കിഷ്കുടെ ഞങ്ങൾ കാക്കും. നമ്മൾ ഈ നാട്ടിൽ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞതാ. ഇപ്പോ എല്ലാം തകടം മറന്നു. നാട് നശിക്കാൻ പോകുന്നു. ഇതെന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണമാണ്. ഇത് മുഴുവനും നിങ്ങൾക്ക് എടുക്കാം. ആ 2 ശില്പങ്ങളും ആ 2 വഞ്ചകന്മാരും നിങ്ങളുടെ സൃഷ്ടികളാണെന്ന് എനിക്കറിയാം. ഈ പണം സ്വീകരിച്ച് ആ മഹാശാപങ്ങളെ തിരിച്ചെടുക്കണം. എന്റെ നാട്ടുകാർ തമ്മിൽ തല്ലിച്ചാവുന്നു.
നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മിണ്ടിപ്പോകരുത്. നിങ്ങൾ മലയാളം കൂടി രഹസ്യം പറഞ്ഞ ശില്പങ്ങൾ കൈമാറുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്. നിങ്ങൾക്ക് കിട്ടിയ 10 വെള്ളിക്കാശിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ നാടിന്റെ സമാധാനമാണ്, ഞങ്ങളുടെ ജീവിതമാണ്. ഞാൻ വരാം, മോൻ വാ. എല്ലാവരും വന്നല്ലോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ വെച്ചാരാധിക്കുന്ന ആ 2 ശില്പങ്ങൾ ഞാൻ ഉണ്ടാക്കിയതാണ്. ആ പേരുകൾ പോലും ഞാനിട്ടതാണ്. അല്ല, ഡിങ്കൻ ആ പേര് യുഗയുഗാന്തരങ്ങൾക്ക് മുൻപേ ഉള്ളതാ. ഡിങ്കിന് ജനനവുമില്ല മരണവുമില്ല. കിഷ്കുവിന്റെ പേര് ഞങ്ങളുടെ ഗുരുവിന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്ത കിഷ്കു. ആരാണ് നിങ്ങൾ ഗുരു? ഇവനോ? പിന്നെ ഇവനോ? ഞങ്ങളുടെ ഗുരുവിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ നുണക്കഥകളെല്ലാം ഉണ്ടാക്കിയത് ഞങ്ങളാണ്, നിങ്ങളെ സമ്പാദ്യം പറ്റിച്ചെടുക്കാൻ. കിഷ്കുവിനെ പറ്റി നീ അപവാദം പറയുമല്ലടാ. ഞങ്ങളുടെ ഡിങ്കനും ഗുരുവിനെ അപമാനിക്കുന്നോടാ. നിങ്ങളല്ലടാ ഡിങ്കനെ ഇല്ലാതാക്കാൻ ആ ശില്പിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കിഷ്കുവിനെ പറ്റി കള്ളക്കഥ പറയാൻ നിങ്ങളല്ലടാ അയാളെ കൊണ്ടുവന്നത്. മോനെ, നീ വിഷമിക്കരുത്. ഡിങ്കിനെ ആരാധിച്ച് നമ്മുടെ കൂടെ ചേരൂ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഡിങ്കിനെ മാറ്റാൻ സാധിക്കും. അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത്. നിന്റെ വിഷമങ്ങൾ അകറ്റാൻ കിഷ്കുവിന് സാധിക്കൂ. നിന്റെയും നിന്റെ കുടുംബത്തെയും കിഷ്കു രക്ഷിക്കൂ. എന്റെ സങ്കടങ്ങൾ മാറ്റുന്നതിന് മുൻപ്, എന്നെ രക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഡിങ്കിനോടും കിഷ്കുവിനോടും പോയി പറ, അവരുടെ പേരിൽ തമ്മിത്തല്ലി പിടഞ്ഞു വീഴുന്ന ഈ പാവങ്ങളെ രക്ഷിക്കാൻ. എന്തേ കഴിയില്ലേ നിങ്ങളുടെ ഡിങ്കിന്? കിഷ്കുവിന് കഴിയോ മുറിവേൽക്കുന്ന അവരുടെ മനസ്സുകളിൽ സ്നേഹം വിതയ്ക്കാൻ? തൊട്ടുപോകരുതന്നെ. നിങ്ങൾ വഞ്ചകരാണ്. പണത്തിനു വേണ്ടി ഒരു നാടിന്റെ കെട്ടുറപ്പിനെ പണയം വെച്ചവർ, ഒരു ജനതയുടെ നിഷ്കളങ്കതയെ, വിശ്വാസത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചൂഷണം ചെയ്തവർ, ഒരു രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചവർ, അന്യന്റെ വിയർപ്പിനാൽ തിന്നുകൊടുത്തു നടക്കുന്ന പരാത ജീവികൾ. വഞ്ചകരാണ് നിങ്ങൾ. ഇല്ലാത്ത കഥകൾ പറഞ്ഞു വരുത്തി നിങ്ങൾ ഈ നാടിനെ വിഭജിച്ചു, നാട്ടുകാരെ തമ്മിലടിപ്പിച്ചു, എന്റെ നാടിനെ നിങ്ങൾ നശിപ്പിച്ചു. മോനെ, നിർത്തു മോനെ. എല്ലാവരും വിശ്വസിക്കുമ്പോ, എല്ലാവരും പിന്തുടരുമ്പോ നമുക്ക് മാത്രം എങ്ങനെ മാറി ചിന്തിക്കാനാവൂ? ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മണ്ടത്തരങ്ങൾക്ക് കുറിപിടിക്കേണ്ടി വരുന്നത് ഭീരുത്വമാണ്. ഇവർ 2 ആൾ പറയുന്നതും തെറ്റാണെന്ന് എനിക്കറിയാം. എന്റെ നാടിന്റെ നന്മയ്ക്കു വേണ്ടി ആ തെറ്റുകൾ ഉറക്കി ഉറക്കി വിളിച്ചു പറയുന്നതാണ് എന്റെ രാഷ്ട്രീയം, എന്റെ ധീരത. അതെനിക്ക് ചെയ്തേ പറ്റൂ. എന്തെങ്കിലും കുഴപ്പാവോ? എന്ത് കുഴപ്പം? ഡിങ്കിന്റെ എടുക്കുന്നതിന് മുമ്പും നാം മനുഷ്യരിവിടെ ജീവിച്ചിരുന്നു, സ്നേഹത്തോടെ, ഒറ്റക്കെട്ടായി. അന്ന് ഓരോ കുടിയിലും സമാധാനമുണ്ടായിരുന്നു. പക്ഷെ ഇന്നോ എല്ലാം ഇവർ 2 പേർ പറഞ്ഞ കള്ളക്കഥകൾ അന്ധമായി വിശ്വസിച്ചിട്ടല്ലേ? ആ ശില്പി പറഞ്ഞതെല്ലാം സത്യമാണച്ച ഞാൻ നേരിൽ കണ്ടതാണ്. ഇനി ഈ കള്ളമരങ്ങൾ വിശ്വസിക്കരുത്. അയ്യോ കൊല്ലല്ലേ, ഇത് ഞാൻ വേറെ മാർഗം കഴിഞ്ഞിട്ടാണ്. പണിയെടുക്കാതെ തിന്നാമെന്ന് ഓർത്തപ്പോ ഞാനും പെട്ടുപോയതാണ്. ക്ഷമിക്കണേ. ഇവന്മാരെ ഇനിയും വിശ്വസിക്കണം. നമുക്ക് ആരോടും ശത്രുത വേണ്ട.
ജീവിതം സത്യമാണ് നമ്മുടെ മാർഗം. സ്നേഹമാണ് നമ്മുടെ ആയുധം. ജാതിക്കും മതത്തിനും അപ്പുറം നാം ഒന്നിന്ന് ചിന്തിക്കാൻ കഴിയുന്നതാവട്ടെ നമ്മുടെ സ്വാതന്ത്ര്യം.